നമുക്കൊന്ന് കോലം ഇടാൻ പോയാലോ? ഒരു പണിയില്ലാതെ വെറുതെ റൂമിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കോലം കോമ്പറ്റീഷന് കൊണ്ടുപോയി. ഞാനും വിചാരിച്ചു കുഴപ്പമില്ല, പാർട്ടിസിപ്പേഷൻ നല്ലതാണല്ലോ, വെറുതെ പോയി എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ തമിഴായിരുന്നു, സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അവൾക്ക് കോലം വരയ്ക്കാൻ അറിയാതിരിക്കില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കൂടെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചാടിക്കറി പോയി. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലെങ്കിലും എൻ്റെ ഫ്രണ്ട് നല്ലോണം പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. അവളൊരു 4-5 പ്രാവശ്യമെങ്കിലും വരച്ച് പഠിച്ചിരുന്നു, റോട്ടിലല്ല ബുക്കിൽ. പിന്നീടാണ് ഞാൻ ആ തുണി കൊടുക്കാത്ത സത്യം മനസ്സിലാക്കിയത്. അവൾക്ക് നോട്ടിൽ വരയ്ക്കാൻ മാത്രമേ അറിയുള്ളായിരുന്നു ഗൈസ്, അവൾക്ക് റൂട്ടിൽ വരയ്ക്കാൻ അറിയില്ലായിരുന്നു. യൂട്യൂബ് നോക്കി അവൾ എന്താണോ വരച്ച് പഠിച്ചത് അതുപോലെ തന്നെ അവൾ അതവിടെ പോയി വരച്ചു. പക്ഷെ തല തിരിഞ്ഞു പോയി, വലത്തോട്ടുള്ളത് ഇടത്തോട്ടും ഇടത്തോട്ടുള്ളത് വലത്തോട്ടുമായി. തേരിൻ്റെ സ്ട്രക്ചറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും വരച്ച് വന്നപ്പോൾ ഒരു റോക്കറ്റ് ആകൃതിയിലായി പോയി. പക്ഷെ കുഴപ്പമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഇതൊന്നും കൂടാതെ പരിപാടി കാണാമെന്ന് കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരത് കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ തലതിരിഞ്ഞ് പോയതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങൾ വേഗം പൊടി തട്ടി അവിടെ നിന്ന് പോന്നു. പിന്നെ കോലം കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് അവിടെ കബഡി മത്സരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണാൻ പോയി. അവിടെ കുറേ നേരം കറങ്ങി നടന്ന് നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോയി.